കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തമ്മിലുള്ള ഒരു കിടിലൻ മത്സരം തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചുകൊണ്ട് മത്സരം സമനിലയിലാണ് പിരിഞ്ഞതെങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനുള്ള എല്ലാ അവസരവും മുമ്പിലുണ്ടായിരുന്നു. അതെ, അവസാനമൊക്കെ നമ്മൾ എന്തൊക്കെ നാടകീയമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. എന്തായാലും ഒരു കിടിലൻ മത്സരം തന്നെയാണ്, ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് കടന്നു പോയിരിക്കുന്നത്. നോഹ സദോയ്, വാട്ട് എ പ്ലെയർ, വാട്ട് എൻ ഇൻക്രെഡിബിൾ പ്ലെയർ. KBFCയുടെ പൊന്നും വിലയുള്ള ഒരു താരം തന്നെയാണ് നോഹ സദോയ് എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്ന പ്രകടനമാണ് താരം പുറത്തെടുക്കുന്നത്. ഇന്നും അടിച്ച ഒരു ഗോൾ, അദ്ദേഹത്തിന്റെ ഗോളിലൂടെയാണ് KBFC ഈക്വലൈസർ ഗോൾ കണ്ടെത്തുന്നത്. ഏതായാലും മത്സരത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് കരുതുന്നു. നമ്മൾ ആ ഒരു മാച്ചിനെ കുറിച്ചിട്ടുള്ള പെട്ടെന്നുള്ളൊരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു മത്സരത്തിന്റെ ആദ്യ പകുതിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തന്നെയായിരുന്നു കൂടുതൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിലൊക്കെ അവർ നിരന്തരം ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തന്നെ മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എംഎസും അതുപോലെ തന്നെ അജാരയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് നിരന്തരം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച അവസരങ്ങൾ വന്നത് നോഹയിലൂടെ തന്നെയായിരുന്നു. അതെ, നോഹ ഒരുക്കി നൽകിയ മികച്ച അവസരങ്ങൾ ഫസ്റ്റ് ഹാഫിലും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അത് കൃത്യമായിട്ട് മുതലെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് സാധിക്കാതെ പോകുന്ന ഒരു നിരാശാജനകമായിട്ടുള്ള കാഴ്ച. യെസ്, തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധ്യമാവുന്ന ഒരു കളി തന്നെയായിരുന്നു ഇത്. അവസാന അവസരങ്ങൾ തുലച്ചിട്ടില്ലായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റും കൊണ്ട് ഈ ഒരു എവേ മത്സരം അവസാനിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ചെറിയൊരു നിരാശ എന്തായാലും ഉണ്ടാവും. ഏതായാലും മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിട്ടാണ് അവസാനിക്കുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. രണ്ടാം പകുതിയിൽ സച്ചിൻ സുരേഷിന്റെ ഒരു വലിയ പിഴവ് തന്നെയാണ് നോർത്ത് ഈസ്റ്റിന് ലീഡ് നൽകുന്നത്. അതെങ്ങനെ സച്ചിൻ സുരേഷിൽ നിന്നും അത്തരത്തിലൊരു മിസ്റ്റേക്ക് വന്നു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. 59-ാം മിനിറ്റിൽ അജാർ എടുത്തിട്ടുള്ള ഒരു ഫ്രീ കിക്ക് അനായാസം അദ്ദേഹത്തിന്റെ കൈകൾ ഒതുക്കാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ പിന്നീട് പിടിവിട്ട് പോകുന്ന ഒരു കാഴ്ച. സച്ചിന്റെ കയ്യിൽ നിന്നും ആ ഒരു പന്ത് വഴുതി വലയിലേക്ക് അകത്തേക്ക് പോകുന്നു. സ്കോർ 1-0 എന്ന നിലയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലീഡ് എടുക്കുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഒരു ഗോൾ വാങ്ങിയാൽ പിന്നെ KBFC നടത്തുന്ന പ്രകടനം അത് അസാധ്യമാണ്. അത് തുടക്കത്തിലേ ഒന്ന് നടത്തിയിരുന്നെങ്കിൽ എന്നാണ് ആരാധകർ ആഗ്രഹിച്ചു പോകുന്നതും. കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ ഈ ഒരു ഗോളിനോട് പ്രതികരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. യെസ്, കളിയുടെ 67-ാം മിനിറ്റിൽ നോഹ സദോയുടെ ഒരു കിടിലൻ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില ഗോൾ കണ്ടെത്തുന്നു. അതെന്തൊരു ഗോളായിരുന്നു. നോഹ ബോക്സിന് പുറത്തു നിന്ന് ഒരു ഇടങ്കാല ലോങ് ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്ന ഒരു മനോഹര കാഴ്ചയ്ക്ക് തന്നെയാണ് നമ്മൾ സാക്ഷിയായത്. ഏതായാലും കളി അങ്ങനെ സമനില അവസാനിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരുപാട് മികച്ച അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊന്നും ഗോളാക്കാൻ പറ്റാതെ പോയത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ്. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.